പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന്റെ 4ാം റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞൊടുവിൽ വെളുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. 2005 ബെനഡിക്റ്റ് തെരഞ്ഞെടുപ്പിന് തുല്യമാണിതെന്നാണ് പറയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് വേഗം പൂർത്തിയാക്കി കഴിഞ്ഞു. കർദിനാൾമാർ മാർപ്പാപ്പ ആരെന്നതിൽ തീരുമാനമായി. അനിൽ ജോർജ് ആണുള്ളത്. അനിൽ ജോർജ്, പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഉടൻ തന്നെ പുതിയ മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഉണ്ടാവും. പുതിയ മാർപ്പാപ്പ ആരെന്ന് കത്തോലിക്ക സഭ അതുപോലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വത്തിക്കാൻ ചത്തുരത്തിൽ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് തുല്യമായ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പുറത്തു വരുന്ന പേര് പിയാത്രേ പരോളിൻ എന്ന വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പേരാകാം എന്ന് തന്നെ ഏതാണ്ട് ആളുകൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് നടന്നാൽ ഒരു വലിയ ഒരു അതിശയകരമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നും കരുതേണ്ടി വരും. ഇനിയിപ്പോൾ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് 4ാം റൗണ്ട് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇന്ത്യൻ സമയം 9 മണിയോടെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ആളോട് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ഈ കോൺക്ലേവിലെ ഏറ്റവും മുതിർന്ന ആൾ അല്ലെങ്കിൽ ഈ കോൺക്ലേവിന് നേതൃത്വം നൽകുന്ന ആൾ ചോദിക്കും. അത് സമ്മതമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഈ സിസ്റ്റൈൻ ചാപ്പലിന്റെ സമീപത്തുള്ള കണ്ണുനീരിന്റെ മുറി എന്നും വിലാപത്തിന്റെ മുറി എന്നും പറയുന്ന ആ പ്രത്യേക മുറിയിലേക്ക് ആനയിക്കും. അവിടെ ഈ നിയുക്ത മാർപ്പാപ്പയെ സ്വതന്ത്രനാക്കി കുറച്ചു സമയം വിടും. ആ മുറിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മാർപ്പാപ്പമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുറേ സമയം ചിലവഴിക്കുക എന്നാണ് വത്തിക്കാൻ രേഖകൾ പറയുന്നത്. അതിനാലാണ് ആ മുറിയെ വിലാപത്തിന്റെ മുറി കണ്ണുനീരിന്റെ മുറി എന്ന് പറയുന്നത്. അതിനുശേഷം അതിനപ്പുറത്തെ മുറിയിൽ 3 അളവുകളിൽ മാർപ്പാപ്പമാരുടെ പ്രത്യേക വസ്ത്രം വെച്ചിട്ടുണ്ട്. ഒരു തടിച്ച ആൾക്കുള്ള വസ്ത്രം, അല്ലെങ്കിൽ മെലിഞ്ഞ ആൾക്കുള്ള വസ്ത്രം, അല്ലെങ്കിൽ ഇതിനിടയിൽ ശരീരപ്രകൃതിയുള്ള ആഗോള കത്തോലിക്ക സഭയ്ക്ക് 267ാമത് മാർപ്പാപ്പയാണ് വരുന്നത്. 2005 ബെനഡിക്റ്റിന്റെ തെരഞ്ഞെടുപ്പിന് തുല്യമായിരുന്നു ഇത്തവണത്തേത്. 4ാമത്തെ റൗണ്ടിലാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നതോടെയാണ് പുതിയ പാപ്പായെ തെരഞ്ഞെടുത്തു എന്ന തീരുമാനം പുറത്തേക്ക് വന്നത്. അനിൽ ജോർജാണ് വിശദാംശങ്ങൾ നൽകിയത്.